4/2/2025 ചൊവ്വാഴ്ചത്തെ ഓരോ നക്ഷത്രക്കാർക്കുമുള്ള തൊഴിൽ കാര്യങ്ങൾ എങ്ങനെയാണ്, തൊഴിൽ മേഖല എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. പൊതുവായ എല്ലാ നാളുകാരുടെയും എല്ലാ വിഷയങ്ങളെയും ഏകദേശം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം ഞാൻ എല്ലാ ദിവസവും 3 മണിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും കേൾക്കുക. കൂടാതെ പലരും പറഞ്ഞു തൊഴിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം, പക്ഷേ ആ വീഡിയോടൊപ്പം ചേർത്താൽ അത് വീഡിയോ ലോങ് ആയി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ തൊഴിൽ മാത്രം എടുത്ത് മറ്റൊരു വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ടും ഇത് ഏകദേശം നല്ലൊരു നീളമുള്ള വീഡിയോ ആണ്. കാരണം തൊഴിൽ ഇങ്ങനെ വ്യാപകമായി പരന്നു കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിലും പരമാവധി പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇതും നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യുക. എങ്കിലാണ് ഇത് നിങ്ങൾക്ക് വീണ്ടും എത്തുകയുള്ളൂ. അതുമാത്രമല്ല, ഇത് ഓരോ ദിവസവും തയ്യാറാക്കാൻ ഞാൻ എടുക്കുന്ന ഇതിൻ്റെ പുറകിലെടുക്കുന്ന എൻ്റെ അധ്വാനം വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ കിട്ടുമ്പോഴാണ് അത് ഒരു അർത്ഥവത്തായി തീരുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഒരു കമൻറ്റ് സ്റ്റിക്കറെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വരാം, നക്ഷത്രഫലത്തിലേക്ക് വരാം. 4/2/2025 ചൊവ്വാഴ്ചത്തെ ഫലം, തൊഴിൽ സംബന്ധമായ ഫലം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു സമയമൊക്കെയാണ്. തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, അലങ്കാര വസ്തുക്കളുടെ വിപണനങ്ങളൊക്കെ നടത്തുന്ന ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ചിത്രരചന ഒക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ഈ സ്ത്രീകൾ കൂട്ടം ചേർന്ന് അവർ മാത്രം നടത്തുന്ന ചില ബിസിനസ്സുകൾ, സ്വയം തൊഴിൽ മേഖലകൾ, അവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ഒരു കുടുംബത്തിലുള്ളവർ ഒന്നിച്ച് ചേർന്ന്, ഭാര്യയും ഭർത്താവൊക്കെ ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സുകൾ അനുകൂലമാണ്. നൃത്തകല, കായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമാണ്. അതേപോലെ ആഭരണ വ്യവസായം, വാഹന സംബന്ധമായ വ്യവസായമൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാർക്ക് ഒക്കെ അതിൻ്റെ പുല്ലുകൾ വെട്ടുക, ചെത്തുക തുടങ്ങിയ ഗ്രൗണ്ട് മേഖലകളൊക്കെ വൃത്തിയാക്കുന്ന അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സമയം ആണ്. അതേപോലെ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ മുതലായ കാര്യങ്ങൾ, അതുപോലെ വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികൾ നടത്തുന്നവർ തുടങ്ങിയവയ്ക്കൊക്കെ അനുകൂലമായ സമയം ആണ്. അതേപോലെ ഈ ഫയർഫോഴ്സിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, പട്ടാളം, പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. മരവ്യവസായവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ഫർണിച്ചർ വ്യവസായ മേഖലകൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. ഇലക്ട്രോണിക് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ ടെലിഫോണുമായി ബന്ധപ്പെട്ട് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. ഭൂമി സംബന്ധമായ ക്രയവിക്രയം നടത്തുന്നവർക്കും അനുകൂല സമയം ആണ്. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളി, അങ്ങനെയുള്ളവർക്കും പൊതുവെ അനുകൂലമാണ്. ഭൂമിയിൽ നേരിട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ മൃഗസംരക്ഷണ മേഖലയിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചില അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരിട്ട് മൃഗങ്ങളുമായി ബന്ധപ്പെടുന്നവർ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർ വളരെ കരുതലോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. കാരണം ചിലപ്പോൾ ചില അസ്വസ്ഥതകളെല്ലാം സുഹൃത്തുക്കളിൽ നിന്നോ മറ്റൊക്കെ ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇനി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം, ഇടവക്കൂറ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് കുടുംബക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യോജിച്ച് ഒന്നിച്ച് നടത്തുന്നവർക്ക് അനുകൂലമാണ്. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് നടത്തുന്നവർക്ക് അനുകൂലമാണ്. ചെറിയ സ്വയം തൊഴിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക്,
അതേപോലെ തന്നെ ഈ വാഹന സംബന്ധമായ വർക്കുകൾ നടത്തുന്നവർക്ക്, വാഹന വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. എന്നാൽ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് മാനസികാരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഡോക്ടർമാർ, നഴ്സുമാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ആശാ വർക്കർമാർ മുതലായി വർക്ക് ചെയ്യുന്ന പൊതു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികൾ നടത്തുന്നവർക്ക് അത്ര അനുകൂലമായ സമയം അല്ല. അതേപോലെ തന്നെ ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട് ഫാർമസിസ്റ്റുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. മെഡിസിൻ നിർമ്മിക്കലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമാണ്. ലഹരി വസ്തുക്കളുടെയൊക്കെ നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക്, ഔട്ട്ലെറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് അനുകൂലമല്ല എന്നും ആലോചിക്കണം കേട്ടോ. അതേപോലെ അഗ്നി സംബന്ധമായി ഉള്ള ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പട്ടാളം, പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഈ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ, മരം മുറിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇടവക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർ, ഇലക്ട്രോണിക് ബിസിനസ്സുകളൊക്കെ നടത്തുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം ആണ്. അതേപോലെ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ഈ തൊഴിലുറപ്പുകാർ, ശുചീകരണ തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഈ ശവദാഹം പോലുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മണ്ണിൽ നേരിട്ട് പണിയെടുക്കുന്നവർ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ഇനി മിഥുനം രാശി, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ലാത്തൊരു സമയമാണ്. വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ റവന്യൂ വകുപ്പ്, ബാങ്കിങ്, ധനകാര്യ മേഖല, കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം ആണ്. എങ്കിലും അധ്യാപകർക്ക് പൊതുവേ ഒരു അനുകൂലാവസ്ഥ ഉണ്ടാവും. എങ്കിലും പൊതുവേ മിഥുനം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ഈ 4-ാം തീയതി. അതേപോലെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അഗ്നിശമന സേനകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ സുരക്ഷിതമായി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പട്ടാളം, പോലീസ് മേഖലകൾ ജോലി ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് മരം വെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മില്ലുകളിലൊക്കെ വർക്ക്, തടി മില്ലുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഫർണിച്ചർ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർ, തടിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. തൊഴിൽ മേഖല അനുകൂലമല്ല. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. കൺസൾട്ടിംഗ് ഏജൻസികൾക്ക് അനുകൂലമല്ല. അതേപോലെ തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾക്ക് അനുകൂലമല്ല. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഞാൻ അനുകൂലമല്ലാത്ത കാര്യങ്ങൾ എടുത്തു പറയാൻ കഴിയുന്ന എല്ലാ രാശികളിലും എടുത്തു പറയുന്നുണ്ട്. കാരണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതിലാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനകത്ത് അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ഈ അനുകൂലമല്ലാത്ത ഞാൻ വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം നിങ്ങളും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഈ കുടുംബത്തിൽ ഒന്നിച്ച് ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സർക്കാർ മേഖലയിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങൾ അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ആഭരണ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക്, വാഹന സംബന്ധമായ വ്യവസായങ്ങൾ,
അതിൻ്റെ ഔട്ട്ലെറ്റുകളൊക്കെ നടത്തുന്നവർക്കൊക്കെ, അതിൽ ആഭരണങ്ങളുടേതാണെങ്കിലൊക്കെ ബ്രാഞ്ചുകളൊക്കെ നടത്തുന്നവർ, ബ്രാഞ്ചീസൊക്കെ എടുത്തിട്ടുള്ളവർക്കൊക്കെ വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഉള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ മേഖലയിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മൃഗ ഡോക്ടർമാർ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ അവർക്ക് ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യണം. മൃഗങ്ങൾ, പാമ്പുകൾ പോലുള്ള ജീവികൾക്കൊക്കെ അങ്ങനെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനം രാശിക്കാർ. ഇനി കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകം, ഈ കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്രത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് അനുകൂലമായ സ്ഥിതിയുള്ള സമയമാണ്. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായ ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമാണ്. ആരോഗ്യ പ്രവർത്തകർ അനുകൂലമാണ്. സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ മുതലായവർക്കെല്ലാം ഈ കർക്കിടകക്കൂറുകാർക്ക് നല്ലതാണ്. കർക്കിടകക്കൂർ എന്ന് പറഞ്ഞാൽ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ഇവർക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ കുടുംബത്തിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ചെയ്യുന്ന തൊഴിലുകൾ, വീട്ടുകാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഒന്നിച്ചിരുന്ന് ചെയ്യുന്ന തൊഴിലുകൾക്കൊക്കെ അനുകൂലമാണ്. ചെറിയ യൂണിറ്റുകളായിട്ട് നടത്തുന്ന സ്വയം തൊഴിൽ മേഖലകളിലൊക്കെ ഉള്ളവർക്ക്, വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. നൃത്തകല, കായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ, പെയിൻറ്റിങ് വർക്കുകൾ അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്ന അനുകൂലമാണ്. ഇതൊക്കെ ഒരു സൂചനകളാണ്. ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. ആഭരണ വ്യവസായം അനുകൂലമാണ്. അതേപോലെ വാഹന സംബന്ധമായ വ്യവസായങ്ങൾ അനുകൂലമാണ്. ഇതിൻ്റെ ഏജൻസികളായിട്ട് പോകുന്നവർ, ഇതിൻ്റെ വർക്കുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ ഈ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. എന്നാൽ ഫയർഫോഴ്സ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പോലീസ്, പട്ടാളം തുടങ്ങിയ നിയമ മേഖലയിൽ അഡ്വക്കേറ്റന്മാർ, ജഡ്ജിമാർ തുടങ്ങിയവരൊക്കെ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് അനുകൂലമായ ഒരു ദിവസം ആയിരിക്കില്ല ഇത്. അതുപോലെ മരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, വൃക്ഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ഒന്ന് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ മരണാനന്തര കർമ്മങ്ങളും മരണാനന്തര പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അധ്യാപകർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി എന്തെങ്കിലും നിരസമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന അധ്യാപകർ, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകേണ്ട അധ്യാപകർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത്. ഈ കൂറുകാർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവരൊക്കെ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളും വളരെയധികം ശ്രദ്ധിക്കണം. പാർക്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, അതേപോലെ തടിമില്ലുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, തടിയുമായി ബന്ധപ്പെട്ട പണികൾ, ജോബുകൾ ചെയ്യുന്ന ആളുകൾ വളരെയധികം അവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. അതുപോലെ അതിൻ്റെ ബിസിനസ്സൊക്കെ നടക്കുന്നവർക്ക് ലാഭം, ധനപരമായ കാര്യങ്ങൾ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ഭൂമി സംബന്ധമായ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നേട്ടമുണ്ടാകുന്ന സമയമാണ്. പോലീസ്, പട്ടാള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന സമയം തന്നെയാണ് കേട്ടോ. അതല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തണം. ചിങ്ങ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ സ്ഥിതിയാണുള്ളത്. ഇനി അതേപോലെ തന്നെ അധ്യാപകർക്ക് അനുകൂലമാണ്. ഇവരിൽ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കളിസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വീടിൻ്റെ വടക്ക് ഭാഗത്ത് ജോലി ചെയ്യുന്നവർക്ക്, താമസിക്കുന്ന വീടിൻ്റെ വടക്ക് ഭാഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ദമ്പതികൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഈ അനുകൂലമാണ്.
ഈ ചിത്രരചന, അലങ്കാര വസ്തുക്കളുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിപണനങ്ങളൊക്കെ നടത്തുന്നവർക്ക്, പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹന വ്യവസായം ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഈ ഒഴിഞ്ഞ പ്രദേശത്ത് ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ പൊതുവെ ഞാൻ പറയാത്ത പള്ളികൾ, മോസ്കുകൾ, ഇങ്ങനെ പൊതുവെ ഉള്ള ദേവകാര്യങ്ങൾ ചെയ്യാൻ അത്ര അനുകൂലമൊന്നുമല്ല. അതേപോലെ തന്നെ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാരെ പോലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. പൊതുവെ ചിങ്ങൻ രാശിക്കാർക്ക് ദൈവാധീനം ഇല്ലാത്തൊരു ദിവസമാണ്. അതിൻ്റെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ശുചീകരണ തൊഴിലാളികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ശവദാഹമൊക്കെ നടത്തുന്ന, അങ്ങനെയുള്ള അഗ്നിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഒന്ന് ശ്രദ്ധിക്കുന്നതെന്ന്. ഇങ്ങനെയുള്ള അഗ്നി, അല്ലാണ്ട് സാധാരണ അഗ്നിയല്ല, ശവദാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കന്നി രാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ളൊരു ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമാണ്. സൈക്കോളജിസ്റ്റുകൾക്ക്, സൈക്കാട്രിസ്റ്റിക് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്ക് പൊതുവെ അനുകൂലമാണ്. വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിൽ ഒറ്റപ്പെട്ട് ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. പട്ടാളം, പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്ന കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, മുള്ളുകളുള്ള വസ്തുക്കളുമായിട്ട്, കമ്പികൾ, ഇരുമ്പ് മുതലായ ജോലികളുമൊക്കെ ചെയ്യുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക്സ് വർക്കുകൾ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. അതേപോലെ അധ്യാപകർ വളരെ ശ്രദ്ധിക്കേണ്ടവരാണ് കന്നിരാശിക്കാർ. ആവശ്യമില്ലാതെ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട്, ബാങ്കിങ് മേഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കണം. ധനകാര്യ സ്ഥാപനങ്ങളുള്ളത്, അതുപോലെ ഈ കളികൾ സ്ഥലങ്ങൾ, പാർക്കുകൾ, അങ്ങനെയൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അതേപോലെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം. അവിടെ വരുന്ന മാനസിക ഉല്ലാസത്തിനൊക്കെ ആയിട്ടാണ് പാർക്കുകളിലൊക്കെ ആളുകൾ വരുന്നത്. അവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ചെറിയ ചെറിയ യൂണിറ്റുകൾ, കുടുംബ യൂണിറ്റുകളൊക്കെ ആയിട്ട് തൊഴിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ആഭരണ വ്യവസായങ്ങൾ നടത്തുന്നവർ, വാഹന സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ, ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ നേരിട്ട് ഇടപെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവരും, മരം കയറുന്നവർ, തെങ്ങ് കയറുന്നവർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കന്നിക്കൂറുകാർ. അതേപോലെ ഈ പാമ്പ്, എലി തുടങ്ങിയ ക്ഷുദ്രജീവികളുമായിട്ടൊക്കെ സഹവാസം, അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ സയൻറ്റിസ്റ്റുകളൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഇനി തുലാം രാശിക്കാർക്ക് ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമാണ്. വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങിയ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അധ്യാപകർക്കൊക്കെ അനുകൂലമാണ്. ബാങ്കിങ് മേഖലകൾ, റവന്യൂ വകുപ്പ് അനുകൂലമാണ്. ഈ ഗ്രൗണ്ടുകൾ, പാർക്കുകൾ, കളിസ്ഥലങ്ങൾ, വിദ്യാലയങ്ങളുടെ ചുറ്റുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമാണ്. എന്നാൽ അഗ്നിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് തുലാം രാശിക്കാർ. ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന തുലാം രാശിക്കാർ ശ്രദ്ധിക്കണം. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. മരവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ നടത്തുന്നവർ, വുഡ് വർക്കുകൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഈ മുള്ളുകൾ പോലെ കമ്പികൾ മുള്ളുകളൊക്കെ ചെറിയ ചെറിയ മുള്ളുകൾ പോലെയൊക്കെ ഉണ്ടാക്കുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പോലീസ്, പട്ടാളം അതൊക്കെ ശ്രദ്ധിക്കണം. പൊതുവെ ഞാൻ പറയാത്ത ദേവകാര്യങ്ങൾ ചെയ്യുന്നവർ, പള്ളിയിൽ മോസ്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ, സൈക്കോളജിസ്റ്റുകൾ, ആരോഗ്യ പ്രവർത്തനത്തിലെ മാനസികാരോഗ്യ പ്രവർത്തന രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതുപോലെ ശുചീകരണ തൊഴിലാളികളൊന്ന് ശ്രദ്ധിക്കണം. നേരിട്ട് മണ്ണിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ അലങ്കാര വസ്തുക്കളുടെ വിപണനമൊക്കെ നടത്തുന്നവർക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ നഷ്ടം വരുന്നത്. പെയിൻറ്റിങ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് വിൽക്കുന്നവർ, വാങ്ങുന്നവരൊക്കെ അങ്ങനെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇത് ബാധകമാണ്. അതേപോലെ ആർട്ട് വർക്ക് ചെയ്യുന്നവർ, വീട്ടു ജോലിക്ക് നിൽക്കുന്നവർ, സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത്. ഇനി വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട, വൃശ്ചിക രാശിക്കാർക്ക് ദൈവാധീനമുള്ളതാണ്. അതുകൊണ്ട് പല പ്രശ്നങ്ങളൊന്നും ഒരു പരിധിവരെയൊക്കെ ഊരിപ്പോരും. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ തുടങ്ങിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അനുകൂലമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമാണ്. ഈ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ അനുകൂലമാണ്. അതുപോലെ ഈ ലാബ് ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവർ അനുകൂലമാണ്. കായിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്കൊക്കെ നിൽക്കുന്നവർ, സ്ത്രീകൾ മാത്രം ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ താമസിക്കുന്നവർക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസമാണ്. അലങ്കാര വസ്തുക്കളുടെ വിപണനമൊക്കെ നടത്തുന്ന ആഭരണ വ്യവസായം, വാഹന വ്യവസായം, വാഹനവും ആഭരണവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. ഇനി പറഞ്ഞല്ലോ നേരത്തെ പൊതുവെയുള്ള ക്ഷേത്രങ്ങൾ അനുകൂലമാണെന്ന്. എന്നാൽ ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ പട്ടാളം, പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഈ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. ഇലക്ട്രോണിക്സ് വർക്കുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ ജീവനക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അധ്യാപകർ, പ്രധാനമായിട്ടും അധ്യാപകർ വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഈ വൃശ്ചികക്കൂറുകാരായ അധ്യാപകർ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാലയത്തിലുള്ള ജോലി ചെയ്യുന്നവരൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അതേപോലെ സാമ്പത്തിക കാര്യങ്ങൾ ചിലപ്പോൾ നഷ്ടം വരാം. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരായിട്ടുള്ളവർ വളരെ നല്ല ഒരു രീതിയിൽ ഈ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. വിഷ്ണു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. റവന്യൂ വകുപ്പ്, ബാങ്കിങ് മേഖല, ധനകാര്യ മേഖല, കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, പാർക്കുകൾ തുടങ്ങിയ ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ചെറിയ ചെറിയ വ്യവസായങ്ങൾ, ആഭരണ വ്യവസായം, വാഹന വ്യവസായമൊക്കെ അനുകൂലമാണ്. കുടിൽ വ്യവസായങ്ങൾ, കായിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർ, സ്ത്രീകൾ മാത്രം കൂടിച്ചേർന്ന് ചെയ്യുന്ന വർക്കുകൾ, അല്ലെങ്കിൽ വീട്ടുജോലിക്കൊക്കെ സ്ത്രീകൾ മാത്രമുള്ളിടത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കും പൊതുവെ അനുകൂലമായ സമയമാണ്. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ ജീവനക്കാർ, അങ്ങനെയുള്ളവർക്കും ഒക്കെ അനുകൂലമാണ്. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊക്കെ വലിയ ദോഷമില്ലാത്തൊരു ദിവസമാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് മാത്രമാണ് കേട്ടോ ഇത് പറയുന്നത്, ദോഷമില്ലാത്ത ദിവസമാണ്. എന്നാൽ ഇവർ ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. വെളും പ്രദേശത്ത് ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യാതിരിക്കാൻ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കണം. അഗ്നിശമനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. പോലീസ്, പട്ടാളം, അഡ്വക്കേറ്റുമാർ,
അങ്ങനെയുള്ളവർക്ക് അത്ര അനുകൂലമല്ല. നിയമവിദഗ്ധർക്കൊക്കെ പ്രയാസമുണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ മരമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല കാര്യങ്ങളെല്ലാം. അതുപോലെ പൊതുവേ ധനുരാശിക്കാർക്ക് ദൈവാധീനം കുറയുന്ന ഒരു ദിവസമായതുകൊണ്ട് ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലേക്ക് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർ, അതേപോലെ ആരോഗ്യ പ്രവർത്തകർ, സൈക്കോളജിസ്റ്റ്, പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ ആരോഗ്യ പ്രവർത്തകർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മൃഗങ്ങളും ഉരകങ്ങൾ പോലുള്ള ജീവികൾക്കുമായിട്ട് അടുത്ത് ഇടപെടുന്നവർ, അതിൻ്റെ സയൻറ്റിസ്റ്റുകൾ, അതിനും ഭക്ഷണം കൊടുക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ കൊടുക്കുന്നവർ, മെഡിസിൻ കൊടുക്കുന്നവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം ആണ്. ഇനി മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് ദൈവാധീനമുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും ദമ്പതികളൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. നൃത്തകലാ കായിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. അലങ്കാര വസ്തുക്കളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചിത്രരചന അനുകൂലമാണ്. സ്ത്രീകൾ മാത്രമായിട്ട് ചെയ്യുന്ന തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹന സംബന്ധമായ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമെന്ന് പറയാൻ കഴിയില്ല. പട്ടാളം, പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അഡ്വക്കേറ്റുമാർ, ജഡ്ജിമാർ തുടങ്ങിയ നിയമമേഖലയിലെ ആളുകൾക്കൊന്നും അത്ര അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖലകളിലുള്ളവർക്ക്, ഫർണിച്ചർ മേഖലകളിൽ നിൽക്കുന്നവർക്കും അനുകൂലമല്ല. അതേപോലെ അധ്യാപകർക്ക് അനുകൂലമല്ല. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമല്ല. ബാങ്കിങ്, ധനകാര്യ മേഖലകളിൽ അനുകൂലമല്ല. കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ ഒക്കെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾക്ക് അത്ര അനുകൂലമല്ല. തൊഴിലുറപ്പ് പദ്ധതി, ഹോട്ടൽ ജീവനക്കാർ തുടങ്ങിയവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. എന്നാൽ പട്ടാളം, പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അഗ്നിശമന സേനയുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അനുകൂലമാണ്. മരവ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ കുടുംബ യൂണിറ്റുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. സ്വയം തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. നൃത്തകല, കായിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക്, ആഭരണ വ്യവസായം, ആഭരണവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. വാഹന സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ അധ്യാപകർക്ക് അനുകൂലമല്ല. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ബാങ്കിങ് മേഖലയിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായവയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് പ്രയാസമാണ്. ആരോഗ്യ പ്രവർത്തകർക്കും അത്ര അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾക്ക് അനുകൂലമല്ല. ഹോട്ടൽ മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല. ശവദാഹം പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുംഭം രാശിക്കാരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത്. വളരെ പ്രയാസങ്ങൾ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ പാമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഉരകങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ക്ഷുദ്രജീവികളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ദോഷകരമായ ഒരു ദിവസമായിരിക്കും. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണെന്ന് അറിഞ്ഞ് വേണം മുന്നോട്ട് പോകാൻ. ശിവക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മനസ്സിനൊക്കെ ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. വെള്ളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്നിടത്തും അതുപോലെ മെഡിക്കൽ സ്റ്റോർ പോലുള്ള
കാര്യങ്ങൾ നിൽക്കുന്ന ഫാർമസിസ്റ്റുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക പോലുള്ള ആളുകൾക്ക് അനുകൂലമാണ്. അതേപോലെ പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വൃക്ഷവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, ഭൂമിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇലക്ട്രോണിക്സ് വർക്കുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അധ്യാപകർക്ക് അനുകൂലമാണ്. റവന്യൂ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ബാങ്കിങ് ധനകാര്യ മേഖലകൾ അനുകൂലമാണ്. പാർക്ക്, കളിസ്ഥലം ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ചെറിയ ചെറിയ വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക്, സ്ത്രീകൾ മാത്രം കൂടി ചേർന്ന് വ്യവസായങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. ആഭരണ വ്യവസായങ്ങൾ, വാഹന വ്യവസായങ്ങളൊക്കെ ചെയ്യുന്ന മീനക്കൂറുകാർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. ചിത്രരചന, അലങ്കാര വസ്തുക്കളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ദൈവാധീനം വളരെ കുറവാണ്. അതോടെ പൊതുവെ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമല്ല. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ, ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രവർത്തകർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ്. കൺസൾട്ടിങ് ഏജൻസികൾ പോലുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. തൊഴിലുറപ്പ് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഹോട്ടൽ മേഖലയിലെ ആളുകൾക്ക് അനുകൂലമല്ല. അതേപോലെ മണ്ണിൽ നേരിട്ട് ബന്ധപ്പെടുന്നവർക്ക് അനുകൂലമല്ല. ഈ നീചമൂർത്തി സേവകളൊക്കെ നടത്തുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അപകടങ്ങൾ ഉണ്ടാവാം. മൃഗസംരക്ഷണ മേഖലയിൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് മീനൻ രാശി ഒട്ടും അനുകൂലമല്ല. മീനൻ രാശിയിലുള്ളവർ അതിന് വളരെ ശ്രദ്ധിക്കണം. പാമ്പ്, എലി മുതലായൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഒരു പൊതുവായ ഫലമാണ്. ഇതിനകത്ത് ദോഷഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ നിങ്ങളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഒരു ശ്രദ്ധയും മുൻകരുതലൊക്കെ എടുക്കാൻ പറഞ്ഞെടുത്ത് എടുക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കലിയുഗത്തിൽ നാമജപമാണ് പ്രധാനം. അതുകൊണ്ട് എല്ലാവരും നാമം ജപിച്ച് ദോഷങ്ങളെ അകറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മറ്റുള്ളതിനേക്കാളൊക്കെ പ്രധാനം നാമജപമാണ്. മറ്റുള്ള വഴിപാടുകളെല്ലാം ചെയ്താലും മറ്റുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യുമ്പോഴും കലിയുഗത്തിൽ നാമജപവും കൂടെ അനിവാര്യമാണ്. മറ്റുള്ളതൊന്നും ചെയ്തില്ലെങ്കിലും നാമജപം ചെയ്താൽ വളരെ ഭംഗിയാവുകയും ചെയ്യും. എന്നാലും മറ്റുള്ളതൊക്കെ നാമജപമൊക്കെ കുറയുന്നവർക്ക് മറ്റു ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോഴും കുറച്ച് നാമജപം ആവശ്യമാണ്. അതുകൊണ്ട് നാമം ജപിച്ച് എല്ലാവരും ദോഷങ്ങളെ മാറ്റുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.